മറ്റൊരു വിവരം, ഇറക്കുമതിയിൽ തടസ്സമുണ്ടായാൽ ഇന്ത്യ വലിയ തോതിൽ ആശങ്കപ്പെടേണ്ടി വരും. എണ്ണ ഇറക്കുമതിയുമായി ബന്ധപ്പെട്ടാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഏകദേശം 10 ദിവസത്തേക്ക് മാത്രം ഉപയോഗിക്കാനുള്ള എണ്ണയാണ് ഇപ്പോൾ ഇന്ത്യയുടെ പക്കലുള്ളത് എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ ചില മാധ്യമങ്ങൾ പുറത്തുവിടുന്നത്. പ്രകൃതിവാതക മന്ത്രാലയത്തിൽ നിന്നുള്ള വിവരാവകാശ രേഖകളെ ഉദ്ധരിച്ചാണ് ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തുവിടുന്നത്. പശ്ചിമേഷ്യയിലെ സംഘർഷം വിപണികളെ ആകെ സമ്മർദ്ദത്തിലാക്കിയ പശ്ചാത്തലത്തിലാണ് ഇത്തരം ഒരു വിവരം കൂടി പുറത്തുവരുന്നത്. എണ്ണ ഇറക്കുമതി ചെയ്യുന്ന പ്രധാന മേഖലയാണ് പശ്ചിമേഷ്യ, നമുക്കറിയാം. ഒപ്പം ഹോർമുസിൽ കൂടിയാണ് ഇന്ത്യയുടെ എണ്ണയുടെ പരമപ്രധാനവും തിരിച്ചു വരുന്നത്. 85% എണ്ണയും ഇറക്കുമതി ചെയ്യുന്ന ഒരു രാജ്യം കൂടിയാണ് ഇന്ത്യ. തൽക്കാലം പെട്രോളിനും ഡീസലിനും ഒന്നും വില വർദ്ധിച്ചിട്ടില്ല എങ്കിൽ പോലും ഇത് എത്ര നാൾ നിലനിൽക്കും, ഈ സംഘർഷം ഇങ്ങനെ മുന്നോട്ട് പോയാൽ എന്നുള്ളത് ഇന്ത്യയെ വല്ലാതെ ആശങ്കപ്പെടുത്തുന്ന പശ്ചാത്തലമുണ്ട്. നമുക്കറിയാം, നമ്മൾ വളരെ പ്രധാനമായും 3 കേന്ദ്രങ്ങളിലാണ് നമ്മുടെ എണ്ണ ശേഖരിച്ചിരിക്കുന്നത്. 53.3 ലക്ഷം മെട്രിക് ടൺ സംഭരണശേഷിയുള്ള കേന്ദ്രങ്ങളാണ് ഇത്. വിശാഖപട്ടണത്തും മംഗലുരുവിലും പാടൂരിലും മറ്റുമായാണ് ഈ എണ്ണ ശേഖരമുള്ളത്. ഈ എണ്ണ ശേഖരം ഉപയോഗിക്കേണ്ട ഒരു കരുതൽ ശേഖരമാണത്. അത് ഉപയോഗിക്കേണ്ട പശ്ചാത്തലമൊക്കെ വന്നാൽ അത് വലിയ തോതിലുള്ള പ്രതിസന്ധിയിലേക്ക് നമ്മെ നയിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അതെങ്ങനെ തരണം ചെയ്യണമെന്ന കാര്യത്തിലും മറ്റും കേന്ദ്ര സർക്കാർ വിവിധ തലങ്ങളിൽ ചർച്ചകൾ നടത്തുകയാണ്. മറ്റൊരു വിവരം, ഇതുവരെയുള്ള സംഘർഷത്തിൽ ഏതാണ്ട് 5500 പേർ മരിച്ചു എന്നുള്ള ഒരു കണക്ക് കൂടി പുറത്തു വരികയാണ്. നിരപരാധികളായ നിരവധി ആളുകളുണ്ട്, യുദ്ധത്തിൽ നേരിട്ട് പങ്കെടുക്കുന്നവരുണ്ട്, സൈനികരുണ്ട്. അങ്ങനെ ഒരുപാട് ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് മരിച്ചു എന്നാണ് മനുഷ്യാവകാശ സംഘടനകളുടെ റിപ്പോർട്ട്. ഈ ഔദ്യോഗിക കണക്ക് പ്രകാരം ഇറാനിൽ മാത്രം ഇതുവരെ 3268 പേരാണ് കൊല്ലപ്പെട്ടത്. അത് 217 കുട്ടികൾ അതിൽ ഉൾപ്പെടും എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ദുഃഖകരമായ കാര്യം. 1270 പേർ മാത്രമാണ് ഇറാൻ മാധ്യമങ്ങളുടെ കണക്കിലുള്ളത് എങ്കിലും മനുഷ്യാവകാശ സംഘടനകൾ എടുത്ത കണക്കിലാണ് ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട വിവരം പുറത്തുവിടുന്നത്. ലെബനനിലുണ്ടായ ഇസ്രായേൽ ആക്രമണത്തിൽ 1000-ലേറെ പേർ കൊല്ലപ്പെട്ടു എന്ന റിപ്പോർട്ട് പുറത്തുവരുന്നുണ്ട്. ഇറാഖിലാകട്ടെ 81 മരണങ്ങൾ ഇതിനകം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. 16 ഇസ്രായേലികളും ഒപ്പം വെസ്റ്റ് ബാങ്കിൽ നിന്നുള്ള 4 പേരും US നിന്നുള്ള 13 സൈനികരും ഈ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടു എന്ന വിവരം കൂടിയുണ്ട്. സാധാരണക്കാരായ നിരവധി ആളുകളും ഈ ഗൾഫ് രാജ്യങ്ങളിലും മറ്റും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഒരു ഫ്രഞ്ച് സൈനികനും കൊല്ലപ്പെട്ടു എന്ന കണക്ക് പുറത്തുവരുന്നു. അങ്ങനെ മനസ്സിലാക്കണം, 5500 മരണങ്ങൾ ഈ 4 ആഴ്ചയ്ക്കുള്ളിൽ ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് സംഭവിച്ചു എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ, ദുഃഖകരമായ, ആശങ്കാജനകമായ കാര്യം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.